സിട്രോണ്ടല്ല സെക്കൻഡ് ഹാൻഡ്. ജമ്മ It's okay, he will walk. ലൈക്ക് അവരുടെ താലി വേറെ ഡിഫറെന്റ് അല്ലേ? Oh, that's so nice, so cute. നിനക്ക് അങ്ങനെയാണോ ഇഷ്ടം? സ്മോൾ എങ്ങനെയാ നിനക്ക് ഇഷ്ടം? സ്മോൾ. അമ്മ അതേ കാണണ്ടോ? അങ്ങനെയാണ് വന്നതെന്ന് പറ. ഇങ്ങനെയല്ല കോമഡിയായിരുന്നു. ദേവുവിന്റെ അമ്പും വില്ലൊക്കെ ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട്. അവൻ ലോക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ താലി തന്നെയാണ് ഇടണവൻ ദേവുവിന്റെ ഭീഷണിയിൽ. താലി ഇട്ട് കൊടുക്കണോ? കല്ല് കഴിച്ചു കൊടുക്കണോ? കല്ലിക്കണം ഇപ്പൊ താലി. ഇത് നീയല്ല ഇട്ട് കൊടുക്കുക. അല്ല, കല്യാണ സമയത്ത് അച്ഛനാണ് ജീജുവിന് ഇട്ട് കൊടുത്തത് മാല. അടിപൊളിയല്ലേ? സെറ്റാണ്. മൈന ഇഷ്ടായോ? വിഷ്ണുവിന് ഇഷ്ടായോ? എന്താണ് പറഞ്ഞത്? തമിഴിൽ പറഞ്ഞു. நான் போடுற தாலி நீ போடுறல, நீ போடுற யூஸ் பண்ற தாலி நான் போட்டுக்கிறேன். நீங்க பெரிய ஆளு சொல்றீங்க. ഇഷ്ടായി. നല്ല ചെയിൻ. കിസ്നു ഇതാരത്? കിസ്നു ഇത് ചിത്തയാണോ? കിസ്നു ചിത്തയാണോ? അത് നോക്കണേ ഇല്ല, ബാൻ വെച്ച് നോക്കണില്ല. ഇന്ന് രാത്രി അങ്ങനെ നമ്മുടെ ഗോൾഡ് പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നന്ദു ഈസ് ഹിയർ, എവരിബഡി ഈസ് ഹിയർ. അന്നൂടെ മാത്രമേ കാണുന്നുള്ളൂ. ലുലു എന്റെ അടുത്ത്, നമ്മള് പാലക്കാട് ലുലു വന്നിട്ടുണ്ട്. അപ്പൊ ലുലുവിന്റെ അടുത്തൊരു NMR ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇന്ന് രാത്രി വിഷ്ണുവിന് 10 മണിക്കാണ് ബസ് പോവും. അപ്പൊ അതിന് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഡെയിലി കഴിക്കണോണ്ട് നൈസായിട്ട് ഗൈസ്. വളരെ നല്ലൊരു ആചാരം. നാട്ടിലേക്ക് വരുമ്പോ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ രസമാണെന്നൊക്കെ. ഫുൾ ഫുഡ് അടി. കിസ്നു ഓക്കെ? അമ്മ ഓക്കെ അല്ലേ? എന്തെറ്റി? കോമഡി ഇട്ടു ഗൈസ്. ഇവര് ശരിയില്ല. ഇവര് ശരിയില്ല. ഞങ്ങൾ ഇവിടെ എന്താ ഒരു കുരു പറഞ്ഞു നോക്കുമ്പോ അവിടെ ഇരുന്നിട്ട് കാര്യായിട്ട് ഇവര് ഇവരുടെ സ്റ്റോറി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കണു. ഇവര് ലവ് സ്റ്റോറി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരുടെ ലവ് സ്റ്റോറി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കണു. ഏതൊക്കെ പാട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? മിക്സ് ചെയ്തിട്ടാണ് യാദൃശികം മാത്രം. ഇവർ രാവിലെ ട്രെയിനിൽ പോയിരുന്നു. ബാങ്കിൽ നിന്ന് രേവ് കൊണ്ടുവന്ന് പേപ്പറൊക്കെ പറത്തുന്നു.
ക്യാഷ് ഒക്കെ പണം തൊട്ട് മണി നമ്മള് വി ആർ വെരി എക്സൈറ്റഡ് ടു ഹിയർ ദെയർ ലവ് സ്റ്റോറി. എങ്ങനെയുണ്ട് ഇന്ന് ഇവിടെ വന്നിട്ട്? നന്ദു ട്രാൻസ്ലേറ്റ്. மார்னிங் யோசிச்சா வந்தேன் எப்படா இருக்க போது எல்லாரையும் எப்படி ஃபேஸ் பண்ண போகிறோம், ஃபஸ்ட் டைம் வரோம் அப்படின்னு யோசித்தேன். வந்ததுக்கப்புறம் ஒருத்தராக பார்க்க பேச நம்ம ஃபேமிலிக்குள்ள வந்த மாதிரி ஒரு நல்லா இருந்துச்சு. അമ്മ ഇവിടെ ഇരിക്കാതെ ഫ്രണ്ടില് വാ. പറ, വിഷ്ണുവിനോട് കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട്? ദേവു, who is this da? പറ, ഇത് ആരാണ്? നീ പറ, ഇത് ആരാണ്? പറ, പറ, புரிய மாட்டேங்குது, ஃபாஸ்டா போறீங்க. ഉഡ്ബിന്നൊക്കെ പറയുക. സീനട്ടാ would be husband in 3 days. എക്സൈറ്റഡ് ആണോ നിങ്ങൾ കല്യാണത്തിന്? ആണോ? എക്സൈറ്റഡോടെ കൂടെ சேர்ந்து ഭയം ഉണ്ട്. എക്സൈറ്റഡോട് കൂടെ ഭയം. ഭയം? വൈ? പേടിയിൽ ഇപ്പൊ തന്നെ അല്ല, റീൽ ഷോർട്ട് വീഡിയോ. ഫസ്റ്റ് ടൈം മാരേജാ? ഇതാണ് വിഷ്ണു. വിഷ്ണു ആണ് എന്റെയും നന്ദുവിന്റെയും ജീജുവിന്റെ ഒക്കെ ബ്രദർ ഇൻ ലോ ആയിട്ട് വരാൻ പോണത്. പ്ലീസ് മീറ്റ് വിഷ്ണു. നീ പറ, നിങ്ങളുടെ സ്റ്റോറി പറ. നിങ്ങൾ എവിടുന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്? കഷ്ടപ്പെട്ട് കഥയൊക്കെ ഉണ്ടാക്കിയതല്ലേ? പറ പറ. രേവു പക്ഷെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ടുണ്ട്. നീ ഇപ്പം പറയട്ടെ, ഇവന്റെ തമിഴിൽ കേൾക്കാലോ. നീ തമിഴില് പറഞ്ഞു. ஓகே, ஜிம்ல வொர்க் அவுட் ചെയ്തോണ്ടിരുന്നോ? ஓகே. அப்போ வந்து யாரோ 2 பேர் கிராஸ் ஆனாங்க. அப்போ யாருன்னு சொல்லி அப்போ பார்த்தேன். உள்ள வரலாம்னா அட்மிஷனோட போட்டு போயிட்டாங்க. அப்புறம் ஒரு 10 days 15 days கழிச்சு அப்போ பார்த்தேன். നീയും അനിതയാണോ? സീനാക്കി ഇരിക്കാ. ഓ നോ. നമ്മള് ജിമ്മില് പുതിയ 2 പെൺകുട്ടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ എന്തായാലും ഇങ്ങനെ പരക്കുമല്ലോ ന്യൂസ് ഒക്കെ. അതായത് നമ്മള് മോർണിംഗ് ആയിരുന്നു ആക്ച്വലി. ഇവർ ഈവനിങ് ആണ് ജിം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അനിയും കൂടെ മോർണിംഗ് ഒരു 1 മന്തിന്റെ ഉള്ളില് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോയി. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പൊ ജിം ട്രെയിനർ പറഞ്ഞു കുഴപ്പമില്ല, വൈകുന്നേരം വന്നോ. ഞാൻ പാട തമിഴില്. അപ്പൊ ഞാൻ വൈകുന്നേരം വരാൻ പറഞ്ഞു. ஈவினிங் வந்தால் போகிறோம்ங்களா? ஈவினிங் வந்து ஒரு 2 நாள் வந்தா. அப்போ வந்து ஒர்க் அவுட் பண்ணி முடிச்சுட்டு இப்போ உட்காந்துருப்பேன். ஹெட்ஃபோன் மாட்டிருப்பேன். ஒரு ஸ்மெல் ஒன்று வரும். എൻ്റെ പെർഫ്യൂം സ്മെല്ല് ഭയങ്കരമായിട്ട്. ഏത് പെർഫ്യൂം ആണോ? അതൊന്നും പറഞ്ഞില്ല. ഭയങ്കരമായിട്ട് ഞാൻ ജിം ഫുള്ള് 20 feetல தான் ஒர்க் அவுட் பண்ணிட்டு இருப்பான். அந்த மாஸ்டர் வந்து ஒர்க் அவுட் பண்ணிட்டு ஒரு ஜஸ்ட் ஒரு வாக் பண்ணிட்டு வாங்க அப்படின்னு சொல்லுவோம். ஒரு போவான். இவன் வாக் பண்ணி இவ்வளோ தூரம் போனதுக்கப்புறம் அந்த ஸ்மெல் அங்கேயே இருக்கும். ஒரு ஸ்டேஜில் இரிட்டேட் ஆச்சு அந்த ஸ்மெல்லு அப்படின்னு சொல்லிட்டு. அப்புறம் ஒரு நாள் வந்து அனி பேசுவான். அனி கிட்ட பேசிட்டு அப்புறம் இவன் வந்து கண்டிக்கவே மாட்டான். வேணுமோ பெரிய இது மாதிரி பண்ணுவான். என்ன சொல்லுவாங்க மலையாளம்னா ஜாடா. பாப்பா பார்த்துட்டா அப்படியே பார்க்காத மாதிரி.
அம்மா வந்துட்டு அதுக்கப்புறம் ஒரு 2 days வந்து இன்ஸ்டாவில் மெசேஜ் பண்ணால் அப்புறம் வந்து பார்க்கல ஃபஸ்ட்டு. அப்புறம் அணிக்கிட்ட வந்து அணி போய் சொல்லியிருக்காங்க. அதுக்கப்புறம் நெக்ஸ்ட் டே வந்து பேசினீங்களா என்கிட்ட, ட்ரை பண்ணிங்களா, அப்போ தான் பேச ஸ்டார்ட் பண்ணாங்க ஃபஸ்ட்டு. அதுக்கப்புறம் இன்ஸ்டாகிராமில் பேசி அதுக்கப்புறம் நார்மலாக அப்படியே ஃப்ரெண்ட் ஆகி அதுக்கப்புறம் நார்மலாக அப்படியே போச்சு. ஆனால் இது யாரும் லவ் யூ அதெல்லாம் எதுவுமே சொல்லலை. அப்படியே ஒரு ஸ்டேஜில் வந்துடுச்சு, சரி போகலாம், റിസ്ക് എടുക്കണം. അപ്പൊ ആരും അങ്ങനെ ആദ്യം പ്രപ്പോസ് ചെയ്തില്ല? ഓ ഓ ജീജു മിസ്സാക്കിയടാ ഒരു സ്റ്റോറി. ലൈഫായത് കഴിഞ്ഞ് ഇനി വിനയ് താണ്ടി വരുവായി 6000 ഒക്കെ വരാണ്ട്. നിന്റെ ഇത് എടി നിന്റെ പെർഫ്യൂം ഏതാ? ഞാൻ വാങ്ങിക്കുന്ന പെർഫ്യൂം ആണോ? അത് കഴിഞ്ഞു, പിന്നെ വാങ്ങിച്ചില്ല. മണമാണത്, അതിട്ടേന് നമ്മള് കൊറേ ചുറ്റെടുത്തുള്ളവർക്കൊക്കെ മണമുണ്ടാവും. നല്ല മണമാണ്, നല്ല സൂതിങ് സ്മെല്ലാണ്. അല്ല, ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് പോയിരിക്കല്ലേ, എനിക്ക് ഭയങ്കര മടിയാണ് ജിമ്മില് വർക്കൗട്ട് ചെയ്യാൻ. അനിയുള്ള സമയത്ത് ഒരു കംഫർട്ടാണ്. അനിയുള്ളപ്പോ ഞാൻ അവളോട് കൂടെ സംസാരിച്ച ചുറ്റുള്ള ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഒറ്റയ്ക്ക് പോയി വർക്കൗട്ട് ചെയ്യുമ്പോ എനിക്ക് ആരും അറിയില്ല. എന്റെ ജിം ട്രെയിനർ ആണെങ്കിൽ ഓരോ വർക്കൗട്ട് കഴിയുമ്പോഴത്തെ ചുമ്മാ ജിമ്മ് ചുറ്റും നടന്നിട്ട് വാന്ന് പറയും. ഞാനാണ് കൊറേ ചെക്കന്മാരെ പുള്ളിങ്ങനെ പുറത്ത് പോയിക്കൊണ്ടിരിക്കണ്ടാവും, അതിനിടയിൽ കൂടെ ഞാൻ നടന്നു വരണം. ഫുൾ മായ നോക്കികളാണ് എന്താണ് അവള് പറഞ്ഞത്. ഇവരൊക്കെയാണെങ്കിൽ മറ്റേ ഗ്ലൗസ് ഇങ്ങനെ ചുറ്റും സാധനം ഉണ്ടല്ലോ, ഞാനിങ്ങനെ പോകുമ്പോ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ടാവും. അപ്പൊ നിങ്ങൾ രണ്ടിൽ ആരും പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല? ഇറ്റ്സ് ലൈക്ക് എ മ്യൂച്വലി അങ്ങനെ ഓർഗാനിക്കലി ഹാപ്പൻഡ്. നമ്മൾ ഭയങ്കര കമ്പനിയായി, പിന്നെ ഫ്രണ്ട്സായിട്ട് പിന്നെ അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ പോയി. എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെ എന്നെ ഇഷ്ടമാണെന്ന്. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എനിക്കിഷ്ടമാണല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പക്ഷെ ചുമ്മാ അങ്ങനെ ലൈൻ അടിക്കുക അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ ലവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ കല്യാണം കഴിക്കണം, അങ്ങനെയാണെങ്കിലേ അവരത് പറയാൻ താല്പര്യമുള്ളൂ. പക്ഷെ ഇപ്പൊ കല്യാണം കഴിക്കുന്ന ഉറപ്പൊന്നും അല്ലല്ലോ, രണ്ടവിടെ സമ്മതിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവൻ പ്രപ്പോസ് ചെയ്യാണ്ട് ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് പഠിപ്പിച്ചെടുത്ത് ഇതാണ് കാർന്ന് പഠിപ്പിച്ചെടുത്ത്. ഈ പാർട്ടാണ് ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്തത്. ഇനി അടുത്ത് ഉണ്ടാക്കിട്ട് വേണം. എന്നിട്ട് പറ. ഞാൻ പറഞ്ഞ അതൊക്കെ സെറ്റ് ആക്കാൻ നോക്ക്. അങ്ങനെ ഞാൻ കുത്തി കുത്തി പറയിപ്പിച്ചു. അപ്പൊ അവനവിടെ ഏത് കോവിലിനോ പറയാൻ പാടില്ല. അവൻ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഇങ്ങനെ ഒരു വിഷൊക്കെ ചെയ്തിട്ടുണ്ട്. കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞു. നിന്റെ തല മുട്ടയിരിക്കണം. അതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളിതുവരെ. മാരിയമ്മന്റെ ഒരു അമ്പലമുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഒന്നും അത്രയ്ക്ക് ആക്സെപ്റ്റ് ചെയ്തു? നിന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു, ആക്സെപ്റ്റ് ചെയ്തോ? வீட்டில் வந்து ஷாக்கானாங்க. எப்படி சொல்கிறது, எந்த வீட்டில் தான் ஃபஸ்ட்டு ஒத்துப்பாங்க. பேசவே இல்லை வீட்டில் 1 month பேசவே இல்லை. அதுக்கப்புறம் வீட்டில் பெரியம்மாட்ட வச்சு பேசினாங்க. அவங்க கிட்ட பேசி ஓகே பண்ணிக்கலாம் செஞ்சுக்கலாம். அதுக்கப்புறமா தான் ரேவு வந்து வீட்டில் பேசுவோம். அதுக்கப்புறம் அவங்க வீட்டில் ஓகேன்ட்டாங்க. ரேவரே கண்டிട്ടുണ്ടോ അവര്?
ഫസ്റ്റ് ടൈം കണ്ടപ്പോ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് പറയാം? அந்த மாதிரி பார்க்கல, ரோட்டில் போகும்போது பார்த்தேன். அந்த பைக்கில் ஒன்று கூட்டிகிட்டு போகும்போது பார்த்தாங்கன்னு சொன்னாங்கல்ல, அதுதான் அவங்க ஃபஸ்ட்டு பார்த்தது. அதுக்கப்புறம் ஒன்று எப்போ பார்த்தாங்க, கோயிலில் தான் பார்த்தாங்க. அது எல்லாம் ஃபிக்ஸ் ஆனதுக்கப்புறம் தான் அம்மா அப்பாலாம் நான் ஃபஸ்ட்டு பார்த்தது. அம்பலத்தில் வந்துட்டோ? கோயிலில் தான் பார்க்கணும் ஃபஸ்ட்டு அப்படின்னு சொல்லிட்டு கோயிலில் பார்த்தது. യുസിഎല്ലിൽ അവര് ഫാമിലി ഫുള്ള് ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് അത് ഇവിടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം 2 വീട്ടിലൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അവര് നേരിട്ട് കാണാൻ ആദ്യം വിചാരിച്ചത് ജ്വല്ലറി പോയി കാണാനായിരുന്നു, റിംഗ് എടുക്കാൻ. നമ്മൾ എൻഗേജ്മെന്റ് ചെയ്യാന്നുള്ള പ്ലാനാണ്, റിംഗ് എടുക്കാൻ ജ്വല്ലറി വെച്ച് കാണാനാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ അത് ക്യാൻസൽ ചെയ്തല്ലോ. അപ്പൊ അവർ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോയി കാണാന്ന് പറഞ്ഞിട്ട് അവരുടെ അച്ഛൻ, അമ്മ, വല്യമ്മ, വല്യച്ഛൻ, അത്ത, മാമൻ, ചിത്തിയില്ലേ, ചിത്തി, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക്. എന്നിട്ട് പിന്നെ അമ്പലത്തിൽ പോയി. ഞാൻ പോകുമ്പോഴേക്കും അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ തൊഴുതിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. തൊഴുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് 3 പേരും അവർ വല്യമ്മ, അമ്മ, അവരെല്ലാവരും തലയിൽ പൂവൊക്കെ വെച്ച് തന്ന് കുങ്കുമൊക്കെ ഇട്ട് തന്ന് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. രാവിലെ പോയത് ബ്രാൻഡ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് സംസാരിച്ചേ? കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തായി ഒരുക്കുന്നത്? ഞാൻ ഷോക്ക്. ഞാനേ ഒരു ട്രാൻസിറ്റ് മോഡിലായിരുന്നു. எதுவுமே பேசல. சரி சொல்லிருக்கு. சரி വായിച്ചേ വരല. എന്നിട്ട് വീട്ടിൽ പോയപ്പോ അവരെന്ത് പറഞ്ഞു ഉള്ളെ പറ്റിട്ട് ആദ്യമായിട്ട് കണ്ടിട്ട്? നല്ല അളകാണ്. അമ്മ പറഞ്ഞത് ആരുടെ ഇതിന് അത്ര കളറില്ലാന്ന്? അവന്റെ അമ്മ കളറില്ല. അവന്റെ അമ്മ നല്ല കളറാണോ? பரவாயில்ல, என் அளவுக்கு இல்லை அழகு அப்படின்னாங்க. ஓஹோ, ஓகே சொல்றது பெரிய விஷயமா அப்படின்னு அமைதியாட்டனால அவன் அழகாத எனக்கு அது போதும். എന്നിട്ട് அதுக்கப்புறம் அப்படியே மாறி மாறி போயிட்டு നിങ്ങളിപ്പോ കല്യാണം വരെ എത്തി അല്ലേ? 3 days കല്യാണം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു നീ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടില്ല. അയ്യോ, ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് നീ കല്യാണം കഴിക്കാൻ പോകണ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? கல்யாணத்துக்கு எப்போ வரும்? ஃப்ரெண்ட்ஸ் எல்லாம் அவங்க கல்யாணம் ஆயிடுச்சுன்னு சொல்லிட்டு என்ன சொன்னாங்க? கல்யாணம் ஆயிடுச்சா? உனக்கு கல்யாணம் ட்ரான்ஸ்லேட் பண்ணது ஒழுங்கா. ஐயோ, கல்யாணம் ஆக போகுதுன்னு சொன்னப்பா எனக்கு முன்னாடி என் ஃப்ரெண்ட்ஸுங்களுக்கு ஆயிடுச்சு. அப்படி இல்லை, உனக்கு ஃபிக்ஸ் ஆயிடுச்சு எக்ஸாம் போட்டு அப்படின்னு எல்லாம் பண்ணப்போ அவங்க என்ன சொன்னாங்க? அவங்களுக்கு அவனுங்க வாழ்க்கை பார்க்கறதுக்கே டைம் சரியா இருக்கு. என்னோட இதில் எது எக்ஸிட் ஆக போகிறாங்க. அது ஃபஸ்ட்டு எப்போ நம்ம லவ் பண்ண புதுசில் வந்து வினோத் தெரியும். ஸ்டார்டிங்கில் வேலூர் போகும்போது அவன் வீட்டுக்கு போயிட்டு இருப்போம். வந்து நான் ரேவன் சேவ் பண்ணி வச்சிருந்தேன்ல, நம்ம ரேவதியா சரி 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 கூட புரிஞ்சுது. அவ்வளோதான், சிம்பிள். அவ்வளோதான் வாய்ஸ். ஃபோட்டோ வந்து ஜிம்முக்கு பார்த்தப்போ இருந்துச்சுல்ல, அந்த ஃபோட்டோ காட்டு அழகாக தான் இருக்கும். அவ்வளோதான், சிம்பிள். இதுதான் பசங்களோட இது. அந்த பொண்ணுங்க மாதிரிலாம் எக்ஸைட்டடாக ஓ வா இல்லை, ஜஸ்ட் நார்மல் தான். அதே மாதிரி தான் எல்லா ஃப்ரெண்ட்ஸும் சொன்னோம். அப்படியா, எங்கே என்ன பண்ணுறாங்க, ஏன் என்ன பண்ணுறாங்க, அவ்வளோதான் கேட்பாங்க. அதுக்கு மேலே இல்லை, தெரியாது, பேச தெரியாது பசங்களுக்கு. கரெக்ட் கரெக்ட் கரெக்ட். நல்லா இருப்பாங்க, என்ன ஓகே, சரி ஓகே, சந்தோஷமா தான் சரி. அதுக்கப்புறம் தங்கச்சி, அவ்வளோதான். ഇവന് കോളേജിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. മലര് പോലെ ടീച്ചർ ഇവന്റെ ഫേവറേറ്റ് മൂവി അതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ റൊമാൻസ്
വന്നല്ലോ അവൻ സെറ്റ് ചെയ്തല്ലോ. வந்து காலேஜில் நான் வந்து டிகிரி கம்ப்ளீட் பண்ணது அந்த மேம்னால தான். அதனால் அந்த மேம் கொஞ்சம் பிடிக்கும். ஏன்னா எனக்கு கொஞ்சம் கேர் எடுத்து என்னை படிக்க வச்சாங்க. 22 அரியர் வச்சிருந்தேன் എഞ്ചിനീയറിംഗ്. ഇറ്റ്സ് വെരി അവിടെ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഡിഗ്രിയിലും അരിയർ ഇല്ലാണ്ട് പാസ്സാവുന്നത് റയറാണ്. ഗേൾസ് അടക്കം നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, എല്ലാത്തിനും അരിയറാണ്. അവിടെ ബാംഗ്ലൂരിലൊക്കെ പറയും എനിക്ക് ഇത്ര അരിയുണ്ട്, എനിക്ക് അത്ര അരിയുണ്ട്, എല്ലാവരും കോമൺ ആയിട്ട് അത് അരിയറിൽ മാത്രമേ ഉള്ളൂ. 22 அரியர்ஸ் வச்சிருந்தேன். அப்போ வந்து 7th செமஸ்டர் 7th 8th ஃபைனல் இயர் 7th செமஸ்டர் மேலே அப்போ தான் ஜாயின் பண்ணாங்க மலர். ஆக்சுவலாக நேம் மலர், ஆர்த்தி நேம். நாங்கள் மலர்னு கூப்பிடுறோம். அவங்க அந்த டைம் தான் பிரேமம் படம் ரிலீஸ் ஆச்சுன்னு நினைக்கிறேன். 1 year ஆச்சு. அப்போது 6 months ஆச்சு. அப்போ தான் அவங்க வந்து ஃபஸ்ட்டு ஆக்சுவலாக வந்து அவங்களுக்கு என்னை கண்டா பிடிக்கவே கிளாஸுக்கு வெளியே அனுப்பிச்சிருவாங்க. நானும் சரி கிரவுண்டுக்கு போயிடுவேன். அதுக்கப்புறம் என்ன நடந்துச்சுன்னு தெரில. காலேஜ்லேயே அவங்க கொஞ்சம் கேர் எடுத்து நான் கொஞ்சம் எக்ஸ்ட்ராவாக படிக்க வச்சாங்க கிளாஸில். அதுக்கப்புறம் செமஸ்டர் வரும்போது சரி நம்மளை இவ்வளோ நம்பி படிக்க வைக்கிறாங்க, நானும் படித்தேன். காலையில் ஒரு எக்ஸாம், மதியம் ஒரு எக்ஸாம், ആഫ്റ്റർനൂൺ മാറി മാറി എക്സാം இருக்கும். ആ ടീച്ചറായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടാവോ? പറഞ്ഞോ കല്യാണം എന്നൊക്കെ? എന്ത് പറഞ്ഞു? അപ്പൊ ടീച്ചറെ കല്യാണം കഴിഞ്ഞോ? நான் பார்த்து படிக்க வச்ச பையன் கல்யாணம் ஆகும். ஆக்சுவலாக வந்து டிகிரி வாங்க போகும்போது தான் அவங்களுக்கு மேரேஜ். ஒரு 5 daysக்கு அப்புறம் தான் மேரேஜ் அவங்களுக்கு. காலேஜில் டிகிரி സിനിമയിൽ അവള് മറന്നു ഇറങ്ങിയത് പോലെ അവൻ ഇറങ്ങി വരില്ലേ അതുപോലെ. டிகிரி வாங்கிட்டு ஃபஸ்ட்டு காட்டினது அவங்ககிட்ட தான். ஆக்சுவலாக கிருஷ்ணகிரிலேருந்து திருவண்ணாமலைக்கு போகிற ரூட்டில் தான் அவங்க வீடு. ரிட்டர்ன் வரும்போது அவங்க வீட்டில் அப்படியே அவங்ககிட்ட காட்டினா அவங்களால தான் நான் பாஸ் பண்ணேன், எல்லாமே இது பண்ணேன் டிகிரி வாங்குறதுக்கு. ஸோ அதனால் அவங்ககிட்ட ஃபஸ்ட்டு காட்டிட்டு அதுக்கப்புறமா தான் வீட்டுக்கே கொண்டு வந்தது. செட்டு அவங்க இப்போ வரைக்கும் எந்த ஒரு பேட் திங்கும் நினைக்காம நல்லா பழகிற ஒரு சிஸ்டமாக ஸ்டார்டிங்கில் இருந்து டெய்லியும் இது வரைக்கும் ஒரு நாள் கூட குட் மார்னிங் மிஸ் ஆனதில்லை. அச்சோடா, that's really good. That's ரெண்டே மெசேஜ் தான், குட் மார்னிங் குட் நைட், குட் மார்னிங் குட் நைட், சிம்பிள். இன் பிட்வீனில் ஏதாவது ஸ்டேட்டஸோ இல்லை ஏதாவது நான் ஏதாவது லவ் ஸ்பெஷலாக லவ் ஸ்டேட்டஸ் எதாவது போட்டால் என்ன நடக்குது, அதுக்கப்புறம் அந்த லவ் மேட்டர் சொல்லவும் அவங்க ஓகே ஃபைன் நல்லது எப்படி ஆச்சு என்ன ஆச்சுன்னு கேட்டாங்க. அப்புறம் அவங்க வந்து டீச்சர் ஃபீல்டில் ஐடி ஃபீல்டுக்கு வரும்போது என்கிட்ட அந்த அந்த டெக்னிக்கலாக கேட்குறது அதெல்லாம் அவங்க சொல்லி கொடுத்தேன். உனக்கு சொல்லி கொடுத்தேன், இப்போ நீ எனக்கு சொல்லித்தர இந்த மாதிரி தான். எவ்வளோ அது ஜஸ்ட் ஒரு நார்மல் கான்வர்சேஷனாகவே போக டெய்லி. இப்போ எதுக்கு நீ மலர் மேட்ரிக்கில் விட்டுவிட்டேன்? അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. നന്ദു എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ പോയിട്ട് ഇതിനെ കല്യാണത്തിന് കാണാം. സെറ്റ് ഡൺ.